ഇന്ന് നമ്മൾ പോകുന്നത് കേരളത്തിലെ അധികം ആരും പോയിട്ടില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ്. ഒരു വനയാത്ര. ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങളാരും ഇങ്ങോട്ടേക്ക് ഈ വഴി കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് പെർമിഷൻ ഇല്ലാതെ കയറി വരാൻ പാടില്ല എന്ന് ഓർപ്പിക്കുകയാണ്. ഇത് നമ്മുടെ ഒരു സംഘടനയുടെ ഭാഗമായിട്ട് ഒരു സർവേക്ക് വേണ്ടിയിട്ട് നമ്മൾ കട്ടളപ്പാറ എന്ന സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. തലേദിവസം രാത്രിയാണ് നമ്മൾ വന്നത്. ഇവിടെ ഒന്ന് വിശ്രമിച്ചതിന് ശേഷം അടുത്ത ദിവസം രാവിലെയാണ്, ഇപ്പം നേരം വെളുത്തു, അടുത്ത ദിവസം രാവിലെയാണ് നമ്മൾ സർവേ ആരംഭിക്കുന്നത്. അതിരാവിലെ തന്നെ ഏകദേശം 6 മണിയോട് അടുപ്പിച്ചാണ് നമ്മൾ ഇവിടെ നിന്ന് സർവേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട്, നമുക്ക് ഉച്ചവരെയാണ് സർവേ ഉള്ളത്. അപ്പോൾ രാവിലത്തെ ഫുഡും ഉച്ചത്തെ ഫുഡും വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ റോഡ് വരെ വന്നതാണ്. നമ്മൾ ഇന്നലെ വന്ന അതേ സ്ഥലത്ത് തന്നെ, അതായത് രാവിലെ നമ്മൾ ആ റോഡിൽ നിന്ന് കാട്ടിലേക്ക് തിരിയുന്ന ആ റോഡിൽ തന്നെയാണ് നമ്മൾ ഫുഡ് വാങ്ങാൻ വേണ്ടി വന്നത്. അവിടെ നിന്ന് തിരിച്ച് നമ്മൾ കട്ടളപ്പാറയിലേക്ക് പോകുന്ന വിശേഷവും, പിന്നെ കൂടാതെ കട്ടളപ്പാറ ആ കാടിനുള്ളിൽ സെന്തുരുണി വനത്തിനകത്താണ് ഈ കട്ടളപ്പാറ എന്നുള്ള സ്ഥലമുള്ളത്. അപ്പോൾ അവിടുത്തെ കാട്ടുഭംഗിയും വിശേഷങ്ങളും ഒക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഒരുപാട് വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. ഞങ്ങൾ റോഡിൽ പോയിട്ട് ഫുഡെല്ലാം കളക്ട് ചെയ്ത് തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് അംഗങ്ങളെല്ലാവരും കൂടെ ഇവിടെ രാവിലത്തെ ബേർഡ് വാച്ചിങ്ങിന് വേണ്ടിയിട്ട് ക്യാമറയൊക്കെ തൂക്കി പുറത്തിറങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ദൂരം, നമ്മൾ താമസിച്ച സ്ഥലത്തേക്ക് കുറച്ച് ദൂരം ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ വണ്ടിയിൽ നമ്മളെല്ലാവരും കൂടെ കയറി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി കയറാത്തത് കൊണ്ട് നമ്മൾ എല്ലാവരും കൂടെ സാധനങ്ങളെല്ലാം കൂടെ എടുത്ത് നടന്നുകൊണ്ടാണ് പോയത്. കൂടെ ഇവിടെ വാച്ചറുണ്ട്. നമ്മളിവിടുത്തെ ഡോർമെട്രിയിൽ, കട്ടളപ്പാറ ഡോർമെട്രിയിലാണ് നമ്മളിവിടെ കഴിഞ്ഞത്. അപ്പോൾ അവിടെ ഒരു വാച്ചറും കൂടെ ഉണ്ട്. നമുക്ക് കൂടെ വരാൻ വേണ്ടി, നമ്മുടെ കൂടെ കാട്ടിൽ കൂടെ വരാൻ വേണ്ടിയിട്ട് ഒരു വാച്ചറുണ്ട്. പിന്നെ കൂടാതെ ഇപ്രാവശ്യത്തെ യാത്രയിൽ എൻ്റെ മോള് കൂടെ ഈ യാത്രയിൽ വന്നിട്ടുണ്ട്. പുള്ളിക്കാരത്തി പുതിയ ക്യാമറയൊക്കെ വാങ്ങിച്ചു, പുതിയതല്ല, ഒരു സെക്കൻഡ് ഹാൻഡ് ക്യാമറയൊക്കെ വാങ്ങിച്ചിട്ട് കാടിനോടുള്ള ഇഷ്ടം കൊണ്ട് എൻ്റെ കൂടെ വരാൻ വേണ്ടി കുറേ ദിവസം കൊണ്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം കാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഈ കാടിന് സെന്തുരുണി എന്നുള്ള പേര് വരാൻ കാരണം ചെങ്കുറിഞ്ഞി മരങ്ങൾ ധാരാളം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ്. ഉൾവനത്തിനകത്ത് ചെങ്കുറിഞ്ഞി മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് സെന്തുരുണി എന്നുള്ള പേര് വരാൻ കാരണം കേട്ടോ. മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് ഈ സെന്തുരുണി മാത്രമാണ് കേരളത്തിൽ. പോകുന്ന വഴിക്ക് ധാരാളം പക്ഷികളെ നമുക്കിവിടെ കാണാൻ കഴിയും കേട്ടോ. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഒട്ടേറെ ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ കൂടിയും നമ്മൾ ഈ യാത്രയിൽ വന്യമൃഗങ്ങളെ ഒന്നും കണ്ടില്ലെങ്കിലും ധാരാളം ഈ പറഞ്ഞ കണക്ക് പക്ഷികളെ കണ്ടിട്ടുണ്ട്. ഒരുപാട് പക്ഷികളുണ്ട്. ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ. പക്ഷികളെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടായിട്ടാണ് ഇപ്രാവശ്യം മോളെയും കൂടെ കൂട്ടിയത്. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഒരുപാട് പക്ഷികളെ ഇഷ്ടമായതുകൊണ്ടും ക്യാമറയോട് വല്ലാത്ത താല്പര്യമുള്ളത് കൊണ്ടുമാണ് എൻ്റെ കൂടെ വന്നത്. 11 കിലോമീറ്ററാണ് നമുക്കിന്ന് മൊത്തം കവർ ചെയ്യേണ്ടത്. നടന്ന് തന്നെയാണ് കവർ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ആശാത്തി പുള്ളിക്കാരത്തി ഒരു ബാഗ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവസാനം അത് ഞാൻ തന്നെ തൂക്കി നടക്കേണ്ട ഗതികേടാണ് വന്നത്. അപ്പോൾ നമ്മൾ റോഡിൽ നിന്ന്, അതായത് ഒരു വണ്ടിയൊക്കെ പോകുന്ന വഴിയിൽ നിന്ന് മാറി നമ്മൾ ഉള്ളിലേക്ക്, വനത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കും ധാരാളം ചെറിയ ചെറിയ ജീവികളെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് കണ്ടതാണ് നമ്മുടെ മുഴമൂക്കൻ കുഴിമണ്ഡലി എന്ന് പറയുന്ന ഹംബ്നോസ് പിറ്റ് വൈപ്പർ എന്ന് പറയുന്ന ഒരു പാമ്പ് ഇനമാണ് നമ്മളീ കാണുന്നത്. രാവിലെ തന്നെ നമ്മൾ വനത്തിലേക്ക് കയറിയപ്പോൾ ഒരുപാട് പക്ഷികളുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. നല്ല ആക്ടിവിറ്റി ഉള്ള സമയമാണ്. വൈറ്റ് ബിൽ ട്രീപ്പിയും പാരഡൈസ് ഫ്ലൈ ക്യാച്ചറും ഒക്കെ ആയിട്ട് ധാരാളം പക്ഷികളാണ് ഈ വനത്തിനകത്ത് നമ്മൾ ഓടിച്ചാടി കളിക്കുന്ന കണ്ടത്. അതിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് വലിയ പാടാണ് കേട്ടോ. മര്യാദയ്ക്കൊന്നും ഇരുന്ന് തരത്തില്ല, മറഞ്ഞേ ഇരിക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഒരുവിധം ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെയും നമ്മൾ യാത്ര തുടരുകയാണ്. ഇടുങ്ങിയ ഒരു വഴിയിലൂടെയൊക്കെയാണ് നമ്മൾ യാത്ര ചെയ്ത് അവസാനം നമ്മൾ എത്തുന്നത് ഒരു ചതുപ്പായിട്ടുള്ള സ്ഥലത്തേക്കാണ്. മെജസ്റ്റിക് സ്വാമ്പ് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചതുപ്പ് തന്നെയാണ്. ചതുപ്പിൽ വളർന്നു നിൽക്കുന്ന ധാരാളം മരങ്ങളും ചെടികളൊക്കെ നമുക്കിവിടെ കാണാം.
ഇവിടുത്തെ മരങ്ങളുടെയും ചെടികളുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്താ വേരുകളൊക്കെ ചതുപ്പിന് മുകളിലൂടെ തലങ്ങും വിലങ്ങുമാണ് ഓടി കളിച്ചുകൊണ്ട് നടക്കുന്നത്. പോകുന്ന വഴിക്ക് കാട്ടാനയുടെ സാന്നിധ്യം മണമായിട്ടും അല്ലെന്നുണ്ടെങ്കിൽ ശബ്ദമായിട്ടൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് നമ്മൾ പോകുന്നത് ഈ വഴിയിൽ. ഈ കാണുന്നത് നമ്മുടെ കാടുകളിൽ സ്ഥിരം സാന്നിധ്യമായിട്ടുള്ള മരതകപ്രാവ് എന്ന് പറയുന്ന പക്ഷിയാണ്. തമിഴ്നാടിൻ്റെ സംസ്ഥാന പക്ഷി കൂടെയാണ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, വളരെ അപൂർവമായിട്ട് കാണാൻ കഴിയുന്ന കുറേ പക്ഷികളെ നമുക്ക് ഈ വനത്തിനുള്ളിൽ കാണാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ ഈ കട്ടളപ്പാറ, ചെന്തുരുണിയിലെ കട്ടളപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഒരു സർവേക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്. ഈ കാണുന്ന പക്ഷി, നിങ്ങൾ ഇതിൽ പക്ഷിയെ കാണുന്നുണ്ടോ ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല. വളരെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ ചിലപ്പോൾ അറിയാൻ പറ്റുള്ളൂ. കരിയില പോലെ ഇരിക്കുന്ന ഈ പക്ഷിയാണ് മാക്കാച്ചിക്കാട എന്ന് പറയുന്ന സിലോൺ ഫ്രോക്ക് മൗത്ത്, ശ്രീലങ്കൻ ഫ്രോക്ക് മൗത്ത് എന്ന് പറയുന്നത്. ഇതിനെ പകൽ സമയത്ത് നമുക്കങ്ങനെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പകലായാലും രാത്രിയായാലും കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. രാത്രിഞ്ചേരനായിട്ടുള്ളൊരു പക്ഷിയാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ കൊത്തി തിന്നാൻ കഴിവില്ല. കൊക്കുണ്ടെങ്കിലും കൊത്തി തിന്നാൻ കഴിയാത്തൊരു പക്ഷിയാണ് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സന്ധ്യ ഷഡ്പദങ്ങൾ പറക്കുന്ന സമയത്ത്, ഈ ചെറിയ ചെറിയ പ്രാണികൾ പറക്കുന്ന സമയത്ത് വാ തുറന്ന് വെച്ചിട്ട് ആ കൂട്ടത്തിനിടയിൽ വാ തുറന്ന് വെച്ച് പറക്കുന്ന സമയത്ത് അതിനകത്ത് കയറുന്ന, വായ്ക്കകത്ത് ഉള്ളിൽ കയറുന്ന ആഹാരം മാത്രമാണ്, പ്രാണികൾ മാത്രമാണ് ഇതിൻ്റെ ആഹാരം. ഈ തൂവലൊക്കെ വൃത്തിയായിക്കൊണ്ടിരിക്കുന്നതാണ് മലബാർ സ്റ്റാർലിംഗ് എന്ന് പറയുന്ന പക്ഷി. ഭക്ഷണമായിട്ട് ഇവ കണ്ടെത്തുന്നത് പഴങ്ങളും ചെറിയ പ്രാണികളും തേനും ഒക്കെയാണ്. മനുഷ്യവാസം തീരെ ഇല്ലാത്ത വനപ്രദേശത്താണ് ഇവയെ കാണാൻ കഴിയുന്നത്. രാവിലെ തന്നെ രണ്ട് സുന്ദരന്മാരും കൂടെ കുളിയെല്ലാം കഴിഞ്ഞ് ചിറകെല്ലാം വൃത്തിയാക്കി ഒതുക്കി സുന്ദരന്മാരായിട്ടിരിക്കുന്ന പരിപാടിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ പബ്ലിക്കായിട്ട് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല. പ്രത്യേക അനുമതി വാങ്ങിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു സർവേക്ക് വനം വകുപ്പിൻ്റെ പ്രത്യേക അനുമതി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തേക്കൊക്കെ നമുക്ക് പെർമിഷൻ കിട്ടിയത്. അതുകൊണ്ട് പെട്ടെന്ന് ആരും ഇവിടെ ഈ സ്ഥലം കാണണം എന്ന് പറഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ അനുവദനീയമല്ല. അതുകൊണ്ട് ആരും ഇങ്ങോട്ടേക്ക് വരാൻ ശ്രമിക്കരുത്. ഇങ്ങനെയുള്ള യാത്രകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പുണ്ട് നമ്മുടെ, അതിലോട്ട് ജോയിൻ ചെയ്യാം. അതിനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടെ കൊടുത്തേക്കാം കേട്ടോ, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിനി ഇതുപോലുള്ള പ്രോഗ്രാംസൊക്കെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ യാത്രകളിൽ നിങ്ങൾക്കും കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്കും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ, നമ്മുടെ കൂട്ടത്തിൽ യാത്ര ചെയ്യാം. ഈ കട്ടളപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള വഴിയോ കാര്യങ്ങളോ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാത്തതിൻ്റെ കാരണം നമ്മൾ പെർമിഷൻ വാങ്ങിച്ചിട്ട് വന്നതുകൊണ്ട് മാത്രമാണ്. ഇല്ലയെന്നുണ്ടെങ്കിലുള്ള കുഴപ്പം, ഇതെവിടെയാണ്, എങ്ങനെ പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം ആൾക്കാർ നമുക്ക് മെസ്സേജും കമൻറ്റും ഒക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഞാൻ എടുത്തു പറയുന്നത്. ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ല എന്നുള്ള എടുത്തു പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. ഇത് നമുക്ക് എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. വനമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭംഗി അതുപോലെ സൂക്ഷിക്കുന്ന വനംവകുപ്പ് അതുപോലെ തന്നെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണത്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ വീഡിയോയിൽ കാടിനുള്ളിൽ കയറിയതിന് ശേഷം ഒരു തുണ്ട് പ്ലാസ്റ്റിക് പോലും നമ്മൾ കണ്ടിട്ടില്ല.
ഈ കാണുന്നതാണ് നിലത്താമര കേട്ടോ. ആ തറയിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഇലകളോടുകൂടിയുള്ളതാണ് നിലത്താമര എന്ന് പറയുന്നത്. പെട്ടെന്ന് നമുക്ക് ശ്രദ്ധിച്ചാൽ മാത്രം, സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ അത് ഒരു ചെടിയാണെന്നുള്ള മനസ്സിലാകത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ കരിയില പോലെ തറയിൽ കിടക്കുന്ന ഒരു ഇലയാണെന്ന് മാത്രമേ നമുക്ക് തോന്നത്തുള്ളൂ. അപ്പോൾ അത് കുറച്ച് ഏരിയയിൽ മാത്രം, നമ്മൾ പോയ കുറച്ച് ഏരിയയിൽ മാത്രം ഇങ്ങനെ പടർന്ന് തറയിൽ കിടക്കുന്നതാണ് കണ്ടത് കേട്ടോ. കുറച്ച് ദൂരം നമ്മൾ കാട്ടിനുള്ളിലേക്ക്, വനത്തിനുള്ളിലേക്കുള്ള വഴിയിലൂടെ നടന്നതിന് ശേഷം നമ്മൾ തിരിച്ച് വാഹനങ്ങൾ പോകുന്ന, അതായത് ചെറിയ ജീപ്പൊക്കെ പോകുന്ന വഴിയിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കെട്ടിയിരിക്കുന്ന സ്ഥലത്തായിട്ട് കടുവയുടെയും കരടിയുടെയൊക്കെ കാൽപ്പാട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ കാണുന്ന ചെടിയാണ് ആരോഗ്യപ്പച്ച. ഇതിനെക്കുറിച്ച് ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ ചാനലൊന്ന് കയറി കണ്ടു നോക്കണം. എങ്കിലും നമ്മൾ ഒന്നും കൂടെ ഈ ചെടിയുടെ പ്രത്യേകത പറയാം. ഇതാണ് ആരോഗ്യപ്പച്ച. ഇതിൻ്റെ കായുണ്ട്. ചെറിയൊരു കായാണ്. ആ കായ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് ഉണ്ടാകത്തില്ല. ഇതുപോലെ കാട്ടിനുള്ളിൽ നടക്കുമ്പോഴത്തേക്കും നമുക്ക് വിശപ്പോ ക്ഷീണമോ ഒന്നും ഉണ്ടാകത്തില്ല. വെള്ളം ദാഹം ഉണ്ടാകും കേട്ടോ. നോക്കി നോക്കി ചേർന്നേ. എവിടെ പോണം? പിന്നെ തണുപ്പുണ്ടോ വെള്ളത്തിന്? അമ്പിയാ? നമ്മൾ വനയാത്രയുടെ അവസാന ഘട്ടത്തിലോട്ട് എത്തുമ്പോഴത്തേക്കും അവിടെ കാട് അതിർത്തി ഇട്ടിട്ടുണ്ട്. അവിടെ കമ്പിവേലിയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആന പൊളിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഉച്ചയോടുകൂടി, ഏകദേശം 2 മണിയോടുകൂടിയാണ് നമ്മൾ കട്ടളപ്പാറ ഡോർമെട്രിയിലേക്ക് നമ്മൾ തിരിച്ചെത്തിയത്. നമ്മൾ ഡോർമെട്രിയിലാണ് താമസിച്ചിരുന്നത്. മകളെയും കൊണ്ടുള്ള ആദ്യത്തെ ഇത്രയും ദൂരമുള്ള വനയാത്രയായിരുന്നു എന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. കൂടാതെ മകൾക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഉണ്ട്, ദൃശ്യ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്നാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പക്ഷികളെ സംബന്ധിച്ചുള്ള കുറേ വീഡിയോസാണ് ആശാത്തിയിട്ടുള്ളത്. പക്ഷികളെ, മൃഗങ്ങളെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഇനി വരുന്നുണ്ട്. വനത്തിനുള്ളിൽ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഓരോരോ പുതിയ അനുഭവങ്ങളാണ് എന്നെ തേടിയെത്തുന്നത്. അങ്ങനെ ഒരു പുതിയ അനുഭവമായിരുന്നു ഇന്നത്തെ യാത്രയും. വനയാത്രകൾ ചെയ്യുന്നത് എനിക്കെപ്പോഴും ശാരീരികമായും മാനസികപരമായിട്ടെല്ലാം ഒരു ഉന്മേഷം തരുന്ന ഒരു കാര്യം കൂടെയാണ്. ഇത് ഞാൻ പറയാൻ കാര്യം, നീ എപ്പോഴും കാട്ടിലാണല്ലോടാ എന്ന് ചോദിക്കുന്ന കുറേ സുഹൃത്തുക്കൾ എനിക്കുണ്ട്, ബന്ധുക്കളും ഉണ്ട് കേട്ടോ. അവരും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ അവസാനത്തെ വാചകം ഞാൻ പറയുന്നത്. എഴുന്നേറ്റ് നടക്കാനുള്ള ആരോഗ്യം ദൈവം എന്നുവരെ തരുന്നോ ആ സമയത്തെല്ലാം എൻ്റെ കഴിവുള്ളിടത്തോളം ഞാൻ കാടിനെ പ്രണയിച്ചു കൊണ്ടിരിക്കും, അവിടെ പൊക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. അതിനാർക്കും ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല. ഈ യാത്രകളെല്ലാം വനനിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ പോകത്തുള്ളൂ എന്നുള്ളതും ഞാൻ ഉറപ്പ് നൽകുകയാണ് കേട്ടോ. അങ്ങനെ കുറേ നല്ല കാഴ്ചകൾ സമ്മാനിച്ച യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടെ പറയുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട.